ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നുണ്ട്, എല്ലാ വഴിപാടുകളും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഈ വ്യാഴം അഷ്ടമത്തിലായി, അല്ലെങ്കിൽ വ്യാഴം മറിഞ്ഞു വന്നു? ഒന്നിൽ കാലദോഷം കൊണ്ടാവാം, അല്ലെങ്കിൽ സമയദോഷം കൊണ്ടാവാം. ആ വ്യാഴത്തിൻ്റെ പിഴ അല്ലെങ്കിൽ വ്യാഴം മറിഞ്ഞിരിക്കുന്ന ഒരു അരിഷ്ടത അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ദോഷപരിഹാരങ്ങൾ, അതായത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ് ജാതകത്തിലുണ്ടാവുന്ന ദോഷങ്ങളും പരിഹാരങ്ങളും. അതെ, അത് എന്തൊക്കെയായിരിക്കും സാധാരണ രീതിയിൽ പറയാൻ പറ്റുക? പൊതുവേ നമുക്കൊരു വ്യക്തിയുടെ ജാതകത്തിൽ 9 കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തുക. ആയുർധനഞ്ച ഭാഗ്യഞ്ച പിതൃമാതൃ സഹോദര ധാരം പുത്രം ക്രിയാവൃത്തി ജാതകേതിൽ വിചിന്തിയൽ. അതായത് പ്രഥമം നമുക്കൊരു ജാതകം കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ആയുസ്സുണ്ടോന്ന് അത്ര നോക്കുക. ആയുർധനം 8-ാം ഭാവത്തെ കൊണ്ട് ആയുസ്സും, ധനം 2-ാം ഭാവത്തെ കൊണ്ട് ധനവും, ഭാഗ്യം 9-ാം ഭാവത്തെ കൊണ്ട് ഭാഗ്യവും, പിതൃ മാതൃ സഹോദര 9-ാം ഭാവത്തെ കൊണ്ട് പിതാവും, മാതൃ 4-ാം ഭാവത്തെ കൊണ്ട് മാതാവും, സഹോദര 3-ാം ഭാവത്തെ കൊണ്ട് സഹോദരനെയും, ധാരം 7-ാം ഭാവത്തെ കൊണ്ട് ഭാര്യയും, പുത്രം 5-ാം ഭാവത്തെ കൊണ്ട് പുത്രനെയും, 10-ാം ഭാവത്തെ കൊണ്ട് തൊഴിൽ കർമ്മത്തെയുമാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഈ ജാതകത്തിൽ ഈ ഭാവാദികൾക്കൊക്കെ എന്തെങ്കിലും ബലക്കുറവുണ്ടോയെന്നും, അല്ലെങ്കിൽ തന്നെ ഈ ഭാവത്തിൽ പാപഗ്രഹ സ്ഥിതിയാണോ എന്നും, അതുപോലെ തന്നെ ഈ ഭാവാധിപൻ നമുക്ക് ഭാവത്തുനിന്ന് മറിഞ്ഞു നിൽക്കുകയാണെങ്കിലൊക്കെയാണ് ഇതിന് ദോഷവശങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു വ്യക്തി ഒരു പ്രേക്ഷകൻ നോക്കാൻ വരുമ്പോൾ എന്തുകൊണ്ട് ഇത്ര വയസ്സായിട്ട് വിവാഹമാവുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുട്ടികളാവുന്നില്ല, എന്തുകൊണ്ട് ജോലി ശരിയാവുന്നില്ല, അതുപോലെ തന്നെ ദേഹം ആരോഗ്യസ്ഥിതി എന്തുകൊണ്ട് രോഗം വിട്ടുമാറുന്നില്ല എന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ജാതക ചിന്തനയിൽ പൊതുവെ ചാരവശാലുള്ള ഫലങ്ങളും ഈ ഭാവാധിപൻ്റെ ഫലങ്ങളും, ഭാവത്തിനും ഭാവാധിപനും ബലം വേണം. അപ്പോൾ ഭാവത്തിനും ഭാവാധിപനും ബലം നോക്കിയിട്ട് അതിനുള്ള പ്രായശ്ചിത്തങ്ങളാണ് നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ. ഈ ദോഷപരിഹാരങ്ങളെന്ന് പറയുന്നതിനകത്ത് ഒരു ജാതകന് വരുന്ന ദശാകാലങ്ങളിൽ ഉള്ള പരിഹാരങ്ങൾ എന്തായിരിക്കും എടുത്തു പറയാൻ പറ്റുക? ഈ ദശാകാലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൂര്യദശയിൽ ഒരു വ്യക്തിക്ക് സൂര്യദശ തുടങ്ങിയെന്ന് വയ്ക്കുക. 6 വർഷമാണ് സൂര്യദശ. അപ്പോൾ ആ സൂര്യദശയിൽ ആ സൂര്യൻ്റെ ജാതകത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ഫലം ഏത് ഭാവത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ആ സൂര്യൻ നീചത്തിലാണോ അല്ലെങ്കിൽ ഉച്ചത്തിലാണോ ശത്രുക്ഷേത്രസ്ഥനാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ. ഓക്കെ. സൂര്യൻ ശിവക്ഷേത്രത്തിൽ നമുക്ക് ധാര, പിൻവിളക്ക്, പുഷ്പാഞ്ജലിയൊക്കെ നമുക്ക് നിർദ്ദേശിക്കാം. അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യഗ്രഹ പൂജയ്ക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുള്ളത്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു മധ്യവയസ്സിലാണല്ലോ മനുഷ്യന് കൂടുതൽ ആഗ്രഹങ്ങളും കൂടുതൽ അടുത്ത ലെവലിൽ എത്തണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. ആ സമയത്ത് എനിക്കൊരു കാര്യസിദ്ധി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശനിദശയാണ്, ശനി കുറേ അനുഭവിച്ച് ലാസ്റ്റ് എന്തെങ്കിലും തന്നിട്ട് പോകുന്നൊരു ഗ്രഹമാണ് നിര്യാണികാരക ശനി എന്ന് പറയും. അതെ അതെ. അപ്പോൾ ഈ ശനിദശ ഉള്ള സമയങ്ങളിൽ നമുക്കൊരു കാര്യസിദ്ധി നടത്തണം. അപ്പോൾ എന്ത് പരിഹാരമായിരിക്കും കൊടുക്കാൻ പറ്റും? സാധാരണപ്പെട്ട ഒരാളിൻ്റെ സംശയമാണ് ഞാൻ താങ്കൾ. തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ശനി നേരത്തെ പറഞ്ഞല്ലോ, അലസ്യപ്രേക്ഷ നിര്യാണികാരക ശനി എന്നാണ്. ആ ശനിയുടെ ഒരു പ്രകൃതം എപ്പോഴും ആ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ആ ദശാകാലത്ത് ഉണ്ടാവും. അത്രേ അലസനാവുക, എല്ലാ കാര്യങ്ങൾക്കും മടി, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പതുക്കെ നടക്കുക, പ്രേക്ഷ്യ പെട്ടെന്ന് ദേഷ്യം അല്ലെങ്കിൽ മനസമാധാനം ഇല്ലാത്ത അവസ്ഥകൾ വരിക, നിര്യാണികാരക എല്ലാ കാര്യങ്ങളും തടസ്സങ്ങൾ നേരിടുക. അപ്പോൾ അതൊക്കെയാണ് അത്ര ഈ ശനിയുടെ പ്രകൃതം. അപ്പോൾ അതിനാസ്പദമായിട്ട് നമ്മൾ ഈ ശനിഗ്രഹ പൂജയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അയ്യപ്പസ്വാമിക്ക് വഴിപാടുകൾ ചെയ്യാം. അതൊക്കെയാണ് നമ്മൾ നിലവിൽ ചെയ്യാറുള്ളത്. അത് നീരാഞ്ജനം, അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി കത്തിക്കാം, ശനിഗ്രഹ പൂജയ്ക്ക് കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മളത് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട വഴിപാടുകൾ. അതുപോലെ ഈ ശനി ഉള്ള സമയങ്ങളിൽ ആഞ്ജനേയന് തീർച്ചയായിട്ടും ആഞ്ജനേയന് നമ്മൾ എന്തെങ്കിലും നെയ്വിളക്കോ അല്ലെങ്കിൽ മാലയോ വടമാലയോ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ശനി സമയങ്ങളിൽ തീർച്ചയായിട്ടും കാര്യസിദ്ധി ഉണ്ടാവാറുണ്ട്. അതെ അല്ലേ? ഓക്കെ. ഈ അതുപോലെ ഈ നക്ഷത്ര പരിഹാരം ഇപ്പോൾ എല്ലാവർക്കും ആവശ്യം പരിഹാരങ്ങളാണ്. തീർച്ചയായും. അപ്പോൾ ദശാകാലങ്ങളിൽ താങ്കൾ പറഞ്ഞു, ഇപ്പം ഒരു നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക്, അതായത് ഈ നക്ഷത്രത്തിൽ തന്നെ പല രീതിയിലുള്ള ദോഷങ്ങൾ പറയുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ നക്ഷത്രങ്ങൾ മാറി മറിയുന്നുമുണ്ട്. അപ്പോൾ നക്ഷത്രത്തിൽ ഖണ്ഡാന്ത നക്ഷത്രം, അതുപോലെ തന്നെ വിവാഹത്തിന് എടുക്കാൻ പറ്റാത്ത നക്ഷത്രം, അതുപോലെ തന്നെ യാത്രയ്ക്ക് പുറപ്പെടാൻ പറ്റാത്ത നക്ഷത്രം, അതുപോലെ തന്നെ മരിച്ചാൽ ദോഷമുള്ള നക്ഷത്രങ്ങൾ, നേരത്തെ പറഞ്ഞു ഖണ്ഡാന്ത നക്ഷത്രങ്ങൾ. ഇപ്പോൾ ഈ അശ്വതി മകം മൂലം മുതൽക്കാലി 3-നും രേവതി ആയാലും കേട്ട 4-ാം കാലി 3-നും നക്ഷത്ര ഖണ്ഡാന്തം എന്ന് പറയും. സർവ്വകർമ്മ സുവർജയൽന, സർവ്വകർമ്മങ്ങളും നമ്മൾ വർജിക്കണം എന്നാണ് ആചാര്യം പറയുന്നത്. അശ്വതി മകം മൂലം
രേവതി അല്ലെങ്കിൽ കേട്ട 4-ാം കാലി 3-നും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വർജിക്കേണ്ടതായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. ഇനി ഈ ഒരു കുട്ടി ആ സമയത്ത് ജനിക്കുകയാണെങ്കിൽ ഗണ്ഡാന്ത ദോഷം എന്ന് പറയും. ഈ ഗണ്ഡാന്ത ദോഷം മാറാൻ എന്താ ചെയ്യണ്ടേ? ഗണ്ഡാന്ത ദോഷത്തിന് ഒട്ടനവധി പ്രമാണങ്ങളൊക്കെ കുറേ വഴിപാടുകൾ പറയുന്നുണ്ട്. എന്നാൽ തന്നെ അതിന് മൃത്യുഞ്ജയ ഹോമം കൊടുക്കുക ചെയ്യാം. അതുപോലെ തന്നെ ഈ ഗണപതിക്ക് കർഗഹോമം ചെയ്യാം. അതൊക്കെയാണ് പൊതുവെ ശാസ്ത്രത്തിലൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ ഓരോ കൂറിലും വരുന്ന നക്ഷത്രങ്ങൾ 3-4 നക്ഷത്രക്കൂട്ടങ്ങൾ, ഇതിന് പരിഹാരം വ്യക്തമായിട്ട് എന്തെങ്കിലും പരിഹാരം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുമോ? പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുമോ എന്ന് ചോദ്യത്തിന് പൊതുവേ നേരത്തെ പറഞ്ഞല്ലോ, പല രീതിയിൽ ഓരോ ദിവസം മാറി മറിഞ്ഞു വരുന്നതാണ് ഈ നക്ഷത്രങ്ങൾ. അപ്പോൾ കൂറുള്ള നക്ഷത്രത്തിനും അല്ലെങ്കിൽ കറുത്തപക്ഷത്തിൽ വരുന്ന നക്ഷത്രത്തിനൊക്കെ ആയിട്ട് നമ്മൾ പൊതുവേ ഈ ത്രിവിധമായിട്ടുള്ള പരിഹാരം മാത്രമേ നിശ്ചയിക്കാറുള്ളൂ. ശിവങ്കല്, വിഷ്ണുവങ്കല്, ഭഗവതിക്ക്. പിന്നെ പൊതുവേ ഒരു കുട്ടി ജനിച്ച സമയത്ത് എപ്പോഴും ബാലാരിഷ്ട കണക്കാക്കണം. 3 വർഷം അമ്മ ചെയ്ത ഇതും 3 വർഷം അച്ഛൻ ചെയ്ത ഇതിനാണ് നമ്മൾ ബാലാരിഷ്ട കണക്കാക്കുന്നത്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള പരിഹാരങ്ങളും കർഗഹോമം, ശിവങ്കല് ധാര, പിൻവളക്ക്, പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാവുന്നതാണ്. അതിനാസ്പദമായിട്ടുള്ള ദേഹരക്ഷ എല്ലാം ധരിക്കാം. ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പരിഹാരമാണെങ്കിൽ തന്നെയും നക്ഷത്രങ്ങളുടെ സ്വഭാവം വച്ചിട്ടും പരിഹാരങ്ങൾ ജ്യോതിഷന്മാർ പറയാറുണ്ട്. തീർച്ചയായിട്ടും എടുത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? പൊതുവേ ഓരോ ഇപ്പം നക്ഷത്രത്തിന് ഇപ്പോൾ 27 നക്ഷത്രത്തിന് നമ്മൾ ഓരോ ഇത് വെച്ചിട്ടുണ്ടല്ലോ. അശ്വതി, കുതിര, ഭരണി, ആന, കാർത്തിക. പൊതുവേ ഈ നക്ഷത്രത്തിന് വൃക്ഷങ്ങളുണ്ട്. അശ്വതി കാഞ്ഞിരം, ഭരണി നെല്ലി, കാർത്തിക അത്തി. അപ്പോൾ ഈ നക്ഷത്രാദികൾക്ക് അല്ലെങ്കിൽ നക്ഷത്ര ദേവതകൾക്ക് ഉള്ള പരിഹാരം ചെയ്യുക, അല്ലെങ്കിൽ ഈ വൃക്ഷങ്ങൾക്ക് വെള്ളമൊഴിക്കുക, അല്ലെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കണതൊക്കെ ദിനം ആയുഷ്യവർദ്ധനം എന്നാ. ആയുസ്സുണ്ടാവാനും ആപത്ത് ശമിക്കാനൊക്കെ വളരെ ഉചിതമാണത്. ഓക്കെ. അതുപോലെ അരുൺജി, നമ്മുടെ ചില ദോഷങ്ങൾക്ക്, ദശാദോഷങ്ങളോ അല്ലെങ്കിൽ നക്ഷത്രദോഷങ്ങളോ ഏതാണെന്ന് എനിക്ക് വ്യക്തതയില്ല, പരിഹാരങ്ങൾ എത്ര എടുത്തു കഴിഞ്ഞാലും അതിന് റിസൾട്ട് ഉണ്ടാവാറില്ല. ചിലപ്പോൾ ഇനി ഈ ജാതകൻ ചെയ്യുന്നതിൻ്റെ എന്താ പറയുക, ഡെഡിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ പരിഹാരമില്ലാത്തതിന് ഏതെങ്കിലും മന്ത്രസിദ്ധി കൈവരുന്നതിനോ അല്ലെങ്കിൽ ഉപാസനയാലോ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രദീപ് ജി ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പ്രേക്ഷകൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ജാതകം നമ്മൾ നോക്കുമ്പോൾ പൊതുവേ പല ജാതകത്തിലും പല യോഗങ്ങളുണ്ടാവാം. പഞ്ചമഹായോഗം ഉണ്ടാവാം. രുചകം, ഭദ്രം, ഹംസം, മാളവ്യം, ശശ, അങ്ങനെ പഞ്ചമഹായോഗങ്ങൾ ഉണ്ടാവാം. കേസരി യോഗങ്ങൾ ഉണ്ടാവാം. അതിമാനുഷ യോഗം ഉണ്ടാവാം. ദേവാചാര്യ, അസുരാചാര്യ, അന്യന്യം വയ ദീക്ഷിതോ, ഇതിവ ജന്മസമയ ദീർഘായ അതിമാനുഷ. അതുപോലെ തന്നെ നല്ല ദശാകാലമാവാം, അല്ലെങ്കിൽ വ്യാഴദശയാവാം, അല്ലെങ്കിൽ ശുക്രദശയാവാം. ഈ ശുക്രദശയിലൊക്കെ കുറേ ഗുണങ്ങൾ പറയുന്നുണ്ട്. സമ്പത്തി വസ്ത്ര ആഭരണാനുശയ്യാൽ പ്രീതോ രമണ്യ രമതേ അതിവീരഹ. സമ്പത്ത്, വസ്ത്രം, ആഭരണം, വിവാഹം, ഭൂമി, വാഹനമൊക്കെ ശുക്രദശയിൽ പറയുന്നുണ്ട്. എന്നിട്ടും അവർ ചോദിക്കും, ഇങ്ങനെ ഇത്ര നല്ല ദശാകാലമാണ് അല്ലെങ്കിൽ ചാരവശ നല്ല ഫലങ്ങളാണ്, എന്നിട്ടും ആ ഒരു ഗുണം നമുക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് അത് കിട്ടാതെ വരുന്നതും. അപ്പോഴാണ് നമ്മൾ പ്രശ്നം നോക്കുന്നത്. പ്രശ്നം നോക്കിയിട്ട് ഒരു വ്യക്തിയുടെ ഇതിൽ ദേവീർവ നമ്മൾ കുറേ ദോഷവശങ്ങൾ നമ്മൾ നോക്കും. ദേവീർവ ധർമ്മദേവേഹി ഫണി പിതൃ ഗുരുബീർ ബ്രാഹ്മണേഹി പ്രേതഭൂതേഹി ദൃഗ്ഭവ വാഗ്ഭവ യാ സദ്ബോയോ വിഷോർത്ത ഹേതുശ്ചാപി ക്രമണേ പ്രോച്ചിതേ പൃച്ഛകാനാന്ന് പറയും. അതായത് ദേവകോപം കൊണ്ടാണോ, അല്ലെങ്കിൽ ധർമ്മദേവകോപം കൊണ്ടാണോ, പിതൃദോഷം കൊണ്ടാണോ, ഗുരുദോഷം കൊണ്ടാണോ, ബ്രാഹ്മണ കോപം കൊണ്ടാണോ, ദൃഗ്ഭവ വാഗ്ഭവ ദൃഷ്ടിദോഷം കൊണ്ടാണോ, അല്ലെങ്കിൽ വാഗ്ദോഷം കൊണ്ടാണോ, അല്ലെങ്കിൽ ആഭിചാരദോഷങ്ങൾ കൊണ്ടാണോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു നോക്കി ക്രോഡീകരിക്കേണ്ടി വരും. ചിലപ്പോൾ ചില പ്രശ്നം വെച്ച് നോക്കി കഴിഞ്ഞാൽ വ്യാഴം അഷ്ടമത്തിലാവും. പൊതുവേ അവർ പറയാറുണ്ട്, ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നുണ്ട്, എല്ലാ വഴിപാടുകളും ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഈ വ്യാഴം അഷ്ടമത്തിലായി, അല്ലെങ്കിൽ വ്യാഴം മറിഞ്ഞു വന്നു 12-ഓ 6-ലൊക്കെ അല്ലെങ്കിൽ ബാധയിലൊക്കെ ആവാം, എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യത്തിന് അവരെ സമയം അല്ലെങ്കിൽ കാലം നമ്മൾ നോക്കണം. ഒന്നിൽ കാലദോഷം കൊണ്ടാവാം, അല്ലെങ്കിൽ സമയദോഷം കൊണ്ടാവാം ആ വ്യാഴത്തിൻ്റെ പിഴ, അല്ലെങ്കിൽ വ്യാഴം മറിഞ്ഞിരിക്കുന്ന ഒരു അരിഷ്ടത അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ആ ദോഷവശങ്ങളെ കൊണ്ടാവാം അവർക്ക് വിചാരിച്ച പോലുള്ള ഇന്ന മാതിരി ഈ യോഗങ്ങൾ ഉണ്ടായിട്ടും ആ ഒരു ഫലം അവർക്ക് കിട്ടാത്തത് ഈ ഒരു ഇങ്ങനത്തെ ഒരു കാലദോഷം കൊണ്ടൊക്കെ ആവാം. അതിനുള്ള ഉചിതമായിട്ടുള്ള പ്രായശ്ചിത്തങ്ങളും പരിഹാരാദി കർമ്മങ്ങളൊക്കെയാണ് നമ്മൾ ഒരു ജ്യോതിഷൻ എന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും. അത് ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകേണ്ടതും വേണ്ടത്. അപ്പോഴാണ് ആ ജാതകത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും അല്ലെങ്കിൽ പ്രസൻറ്റിൽ നടക്കുന്ന നമുക്ക് ജ്യോതിഷപരമായിട്ടുള്ള ആ ഗുണങ്ങളും അവർക്ക് ലഭിക്കുന്നുള്ളൂ.
അപ്പോൾ ഈ കോമൺ ആയിട്ട് വരുന്ന ജാതകദോഷങ്ങളും ദശാപരമായ ജാതകദോഷങ്ങളും ഒരാളുടെ ജാതകം നോക്കിയതിന് ശേഷം വരുന്ന ദോഷങ്ങളും ഈ പറയുന്ന എല്ലാ നമ്മൾ ക്രോഡീകരിച്ചിട്ട് വേണം പറയേണ്ടത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്പൊ അതിമാനുഷയോഗം ചില ജാതകങ്ങളിൽ ഉണ്ടാവാം. ദേവാചാര്യ അസുരാചാര്യ ശുക്രനും വ്യാഴവും പരസ്പരം ദൃഷ്ടി വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദീർഘായു ഒരു അതിമാനുഷ എന്ന് പറയും. ദീർഘായുസ് ഉണ്ടാവുക, അതിമാനുഷൻ മനുഷ്യന്മാരിൽ തന്നെ വലിയവനാവുക. ആ ഒരു അവസ്ഥ അവർക്ക് ലഭിക്കാതെ വരിക എന്നുള്ളൊരു വിഷയത്തിൽ വരുമ്പോൾ ഒട്ടനവധി ദോഷങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു. ധർമ്മദൈവകോപം കൊണ്ടാവാം, അല്ലെങ്കിൽ പിതൃദോഷം കൊണ്ടാവാം. അപ്പോൾ അത് ക്രോഡീകരിച്ചിട്ട് വേണം നമ്മൾ അവരുടെ അടുത്ത് പ്രായശ്ചിത്തം നിർദ്ദേശിക്കാൻ. ഈ ഒരു പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞാൽ ഈ ജാതകത്തിന് കിട്ടേണ്ട ഗുണഫലങ്ങൾ കിട്ടുമെന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളൊരു ട്യൂബ് ലൈറ്റിൽ പൊടി പിടിച്ച പോലെ ആ ഒരു മങ്ങല് അല്ലെങ്കിൽ ആ ഒരു പൊടി നമ്മൾ തുടച്ചു കളഞ്ഞാലാണ് ആ പ്രകാശം പൂർണ്ണത ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ. പൂർണ്ണത. അതെ. ശരി, സന്തോഷം. വളരെ നന്നായിട്ട് വിശദീകരിച്ചു. നന്ദി, നമസ്കാരം.